എല്ലാ ശ്രേഷ്ഠ ദേവദാസന്മാർ, എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. യാതൊരു മുഖവരെയും കൂടാതെ ദൈവം എനിക്ക് തന്ന നമുക്ക് തന്ന തീമിലേക്ക് ഞാൻ കയറുകയാണ്. നമുക്കറിയാമല്ലോ, നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെ: ഞാൻ നോക്കി എഴുന്നേറ്റ് നിന്നു, പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും നിങ്ങൾ അവരെ പേടിക്കേണ്ട, വലിയവനും ഭയങ്കരനുമായ കർത്താവിനെ ഓർത്ത് നിങ്ങളുടെ സഹോദരന്മാർക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ഭാര്യമാർക്കും വീടുകൾക്കും വേണ്ടി പൊരുതുവി. ഫൈറ്റ് ഫോർ ദ ഫാമിലി. ഇവിടെ പറയുന്നു, ഞാനെന്ന് പറഞ്ഞിരിക്കുന്നത് നെഹമ്യാവ് പറയുക, ഞാൻ നോക്കി എഴുന്നേറ്റ് നിന്നു. ഐ റോസ് അപ്പ് ആൻഡ് ലുക്ഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒന്ന് എഴുന്നേൽക്കണം. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, നമ്മുടെ ആത്മീയത്തിൽ നാം ഇപ്പോൾ ആയിരിക്കുന്ന തലത്തിൽ നിന്ന് ഈ 4 ദിവസം ഈ കുന്നിൻ്റെ മുകളിൽ കയറി വന്ന് ഇവിടെ നമ്മൾ സമയം ചെലവഴിച്ചിട്ട് മടങ്ങിപ്പോകുമ്പോൾ, പ്രൈസ് ഗോഡ്, ഒരു എഴുന്നേൽപ്പ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എഴുന്നേൽക്കുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, യെസ് ഐ വിൽ റൈസ് അപ്പ് എന്ന് പറഞ്ഞ് നാം ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, ഞാൻ പറയട്ടെ, ദൈവം നമ്മെ വ്യക്തിപരമായി പണിയും. ദൈവം നമ്മുടെ കുടുംബങ്ങളെ പണിയും. ദൈവം നമ്മുടെ സഭയെ പണിയും. ദൈവം നമ്മുടെ ദേശത്തെ പണിയും. ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മിൽ കൂടെ, നമ്മുടെ സഭയിൽ കൂടി ലോകത്തിൽ നിവൃത്തിയാകുകയും ചെയ്യും. അതുകൊണ്ട് എഴുന്നേൽക്കുവാൻ തക്കവണ്ണം ആദ്യം തന്നെ ദൈവസന്നിധിയിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, കർത്താവേ, നീ എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ. വീണ് കിടക്കുന്ന അനേകം മണ്ഡലങ്ങളുണ്ട് കർത്താവേ. എന്നാൽ ആ മണ്ഡലങ്ങൾ അടുത്തിരിക്കുന്നവരാരും അറിയുന്നില്ലായിരിക്കാം. എന്നാൽ ആ മണ്ഡലത്തിൽ എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മനോവേദന അനുഭവിച്ച്, മനോദുഃഖം അനുഭവിച്ച്, പ്രതികൂലത്തിനകത്തായ ഒരു സഹോദരി എഴുന്നേറ്റ ഒരു വാക്യം നമ്മൾ കാണുന്നുണ്ട്. പ്രൈസ് ഗോഡ്. അത് കാണുന്നത് 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 9-ാം വാക്യമാണ്. ആ വാക്യം ഇങ്ങനെ പറയുന്നു: അവർ ശിലോവിൽ വെച്ച് തിന്നു കുടിച്ച ശേഷം ഹന്ന എഴുന്നേറ്റു പോയി. പ്രൈസ് ഗോഡ്. ഹന്ന എഴുന്നേറ്റ് എങ്ങോട്ടാ പോയത്? ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ മന്ദിരത്തിലേക്ക് പോയി. അവൾ എവിടേക്ക് പോയി? അവൾ പോയത് യഹോവയുടെ ആലയത്തിലേക്കാ പോയത്. എന്തിനാ അവൾ പോയത്? ദൈവസന്നിധിയിൽ ഒന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ. ഹല്ലേലൂയ. നമുക്കറിയാം അവളുടെ വിഷമം എന്തുമാന്ന്. പ്രൈസ് ഗോഡ്. പ്രതിയോഗിയായ പെനീന അവളെ മുഷിപ്പിച്ചുകൊണ്ടിരിക്കുക. ദൈവദാസിമാരെ, പ്രിയപ്പെട്ടവരെ, നാം ഓർക്കണം, നമുക്കില്ലാത്ത പലതും നമ്മുടെ പ്രതിയോഗിക്ക് കാണും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്കില്ലാത്ത പലതും നമ്മുടെ പ്രതിയോഗിക്ക് കാണും. എന്നാൽ ഹന്നായിക്ക് എന്നാ ഉണ്ട്? കുറച്ച് ലേബല് മാത്രം. മച്ചി, ലഹരി പിടിച്ചവൾ, മനോവ്യസനമുള്ളവൾ, പട്ടിണി കിടക്കുന്നവൾ, ഇങ്ങനെയുള്ള കുറച്ച് ലേബില് മാത്രമല്ലേ ഈ ആലയത്തിലേക്ക് കരയാൻ എഴുന്നേറ്റ് പോയ ഹന്നായിക്കുള്ളത്. പ്രൈസ് ഗോഡ്. ഞാൻ ഓർക്കാം, ഒത്തിരി ടീനേജേഴ്സ് ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങൾക്കൂടെ മനസ്സിലാകുന്ന വിധത്തിൽ ഞാൻ പറയാം. ഹല്ലേലൂയ. ഞാൻ പറയാം, 4B. 4B. 1 is barrenness of Hannah. ഹന്ന മച്ചിയായിരുന്നു. ബാരൻനെസ് ഓഫ് ഹന്ന. രണ്ടാമത് ബേർഡൻ ഓഫ് ഹന്ന. ഹന്നയുടെ ബേർഡൻ എന്തുവായിരുന്നു? അവളെ മുഷിപ്പിക്കുന്ന ഒരു പ്രതിയോഗി. മൂന്നാമത് ബ്രോക്കൺനെസ് ഓഫ് ഹന്ന. മക്കളില്ലാത്തത് കൊണ്ട് ഹൃദയം തകർന്ന ഒരവസ്ഥ. പ്രൈസ് ഗോഡ്. എന്നാൽ സ്വർഗത്തിലെ ദൈവമുണ്ടല്ലോ, ഈ 3B കൊണ്ട് അവിടെ നിർത്തിയില്ല. മൂന്നാമതൊരു B അവിടെ ആഡ് ചെയ്തു. ആ B എന്താണെന്നറിയാമോ? ബ്ലെസ്സഡ് of Hannah. Praise God. ദൈവമക്കളെ, ദൈവസന്നിധിയിൽ നാം ഒന്ന് എഴുന്നേൽക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ ഒരുക്കമാ. പ്രൈസ് ഗോഡ്. ദൈവത്തിന് ഹന്നായെ വേണമായിരുന്നു. എന്തിനായിട്ടാ? ദാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെടുന്ന
പ്രവാചകനായ ശമൂവേലിന്റെ അമ്മയായിട്ടിരിപ്പാൻ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എനിക്ക് തന്നിരിക്കുന്ന ടോപ്പിക്ക് പ്രൈസ് ഗോഡ്, മാതാപിതാക്കളുടെ പങ്ക്. ഹല്ലേലൂയ, കുടുംബത്തോടുള്ള ബന്ധത്തിൽ പോരാടുന്നതിൽ അവരുടെ പങ്ക്. പ്രൈസ് ഗോഡ്. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ നമ്മുടെ സങ്കടം ബോധിപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണെങ്കിൽ മനസ്സിലാക്കണമേ, അതിനൊരു പ്രതിഫലമുണ്ട് നിശ്ചയം. പ്രൈസ് ഗോഡ്. കരുത്തുള്ള മക്കളെ ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കണം. പ്രൈസ് ഗോഡ്. കരയുന്ന ഒരു മാതാവിന്റെ കയ്യിൽ നിന്ന്, കരയുന്ന ഒരു പിതാവിന്റെ കയ്യിൽ നിന്ന് തലമുറയെ ഒരു ശക്തിയും വലിച്ചുകൊണ്ട് പോത്തില്ല. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനാ മുറികളൊന്ന് സജീവമാകട്ടെ. പ്രാർത്ഥനയുടെയും യാചനയുടെയും ആത്മാവിനെ തരണമേ എന്ന്. ഓ എത്ര പേർ പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. പ്രാർത്ഥനയുടെയും ആത്മാവ്, യാചനയുടെയും ആത്മാവിനെ നമുക്ക് തരണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാം. ഇവിടുന്ന് പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് ഷാജൻ ബ്രദർ പറഞ്ഞല്ലോ, പ്രൈസ് ഗോഡ്, എല്ലാത്തിനും ഒരു വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ വന്നേ പറ്റുള്ളൂ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു കാര്യം ഓർക്കണമേ, ഏദനില് ഹവ്വായുടെ അടുക്കൽ വന്ന് വിഷം കൊത്തിവെച്ച ആ സർപ്പമുണ്ടല്ലോ, ആ സർപ്പം ഇന്നും 24 hours ആക്റ്റീവാ. ഇപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു കുഴപ്പവും കാണത്തില്ലായിരിക്കാം. എവറിത്തിങ് പക്ക, എവറിത്തിങ് ഈസ് സോ ഓക്കെ. പക്ഷെ മനസ്സിലാക്കണമേ, ഹല്ലേലൂയ, ആ പാമ്പുണ്ടല്ലോ, ആ സർപ്പം ഉപായത്താൽ ഹവ്വായെ ചതിച്ചതുപോലെയുള്ള ആ സർപ്പമുണ്ടല്ലോ, ഇന്നും തന്റെ വിഷം കൊത്തിവെക്കുവാൻ തക്കവണ്ണം തലമുറയുടെ മേൽ വിഷം കൊത്തിവെക്കുവാൻ ആക്റ്റീവായി നിൽക്കുമ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? തലമുറയെ ആരാധനയിൽ നിന്ന് അകറ്റും, തലമുറയെ ദൈവത്തിൽ നിന്ന് അകറ്റും, തലമുറയെ മാതാപിതാക്കളിൽ നിന്ന് അകറ്റും. ഹല്ലേലൂയ. അതുകൊണ്ട് സാത്താൻ തൊടാത്ത ഒരു സന്തതിയെ വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ കരഞ്ഞേ പറ്റൂ. നിങ്ങൾക്കറിയാമോ, ഡേവിഡ് ലിവിങ്സ്റ്റന്റെ അമ്മ ആ കുഞ്ഞിനെ മടിയിൽ വെച്ച് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം കണ്ണുനീർ അവന്റെ തലയിൽ വീണപ്പോൾ അവൻ ചോദിച്ചു, ഇതെന്തമ്മ? പ്രൈസ് ഗോഡ്. അമ്മ പറഞ്ഞു, മോനെ, എൻ്റെ കണ്ണുനീര് നിന്റെ തലയിൽ വീണാലുണ്ടല്ലോ, പ്രൈസ് ഗോഡ്, നിന്റെ തല നല്ല ഉരുക്ക് പോലെയാകും. നമുക്കറിയാം, നമ്മൾ വായിച്ചിട്ടുള്ളതാ, അനേക നരഭോജികളെ നരസ്നേഹിയാക്കി മാറ്റുവാൻ തക്കവണ്ണം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ താൻ പോയപ്പോൾ ഉണ്ടല്ലോ, പ്രൈസ് ഗോഡ്, ഒരിക്കൽ താൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ ഒരു ഗോത്രത്തലവൻ അവന്റെ തലയിൽ കുത്തുവാൻ വന്നു. പക്ഷേ അവൻ കുത്തിയില്ല, കുന്തം ഓങ്ങിയില്ല. പിന്നീട് ആ ഗോത്രത്തലവൻ പറഞ്ഞു, നിന്നെ കുത്തുവാനായി ഞാൻ കടന്നു വന്നപ്പോൾ നിന്റെ തല ഉരുക്കുപോലെ ഇരിക്കുന്നതായി എനിക്ക് തോന്നി. പ്രിയമാതാവേ, പ്രൈസ് ഗോഡ്, പ്രിയമാതാവേ, നീ നിന്റെ കുഞ്ഞിനെ മടിയിൽ വെച്ച്, പ്രൈസ് ഗോഡ്, നിങ്ങൾക്കറിയാമോ, ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ഭാവിച്ചവനോട് ചോദിച്ചറിയാം, കർത്താവേ, ഞങ്ങൾക്ക് ജനിപ്പാനിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രൈസ് ഗോഡ് പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, നമ്മുടെ വായിൽ നിന്ന് നാം പറയുന്നതുണ്ടല്ലോ, അത് അതുപോലെ തന്നെ സ്വർഗത്തിലെ ദൈവം നമുക്ക് സാധിപ്പിച്ചു തരും. പ്രൈസ് ഗോഡ്. എബ്രഹാം ലിങ്കൻ സത്യസന്ധനായി തന്റെ ഭരണം നടത്തിയ സമയത്ത് എബ്രഹാം ലിങ്കനോട് ഒരാൾ ചോദിച്ചു, how you can be so honest like this? ഹല്ലേലൂയ. സത്യസന്ധന. ഉടനെ പറയും, ഹല്ലേലൂയ, 1818 എബ്രഹാം ലിങ്കന് 9 വയസ്സുള്ളപ്പോൾ, 1818 9 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചുപോയി. അപ്പോൾ എബ്രഹാം ലിങ്കൻ പറഞ്ഞു, ഞാൻ ഹല്ലേലൂയ, എൻ്റെ അമ്മ എന്നെ പുറപ്പാട് പുസ്തകം പഠിപ്പിച്ചതും വചനം പഠിപ്പിച്ചതും എൻ്റെ മനസ്സിൽ ഇന്നും ഓർമ്മയുണ്ടെന്ന് എബ്രഹാം ലിങ്കൻ പറഞ്ഞ ഒരു സെന്റൻസ് ഉണ്ട്. എവറിത്തിങ് ഐ ഓ ആൻഡ് എവറിത്തിങ് ഐ ഹോപ്പ് ബിലോങ്സ് ടു മൈ മദർ. അല്ലെ, എത്ര കുഞ്ഞുങ്ങൾ പറയും, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇറ്റ് ബിലോങ്സ് ടു മൈ ഫാദർ, ഹല്ലേലൂയ, ഇറ്റ് ബിലോങ്സ് ടു മൈ മദർ. അങ്ങനെ പറയുവാൻ തക്കവണ്ണം, ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ നാം ഒരുങ്ങിയേ പറ്റൂ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്, എബ്രഹാം ലിങ്കനും ടീനേജേഴ്സ് ആയിട്ടുള്ള അവൻ്റെ കുറേ ഫ്രണ്ട്സും കൂടി ഇരുന്നപ്പോൾ, ടീനേജേഴ്സാ, ഒരാൾ പറഞ്ഞു, എനിക്ക് KJV വേർഷനാണ് ഇഷ്ടം, ഒരാൾ പറഞ്ഞു, എനിക്ക് NIV വേർഷനാണ് ഇഷ്ടം. ഉടനെ ഹല്ലേലൂയ, എബ്രഹാം ലിങ്കൻ പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മയുടെ വേർഷനാണ് ഇഷ്ടം.
ഹല്ലേലൂയ. ഇന്നലെ നമ്മൾ കേട്ടല്ലോ, ഒരു മാതാവിൻ്റെ ഒരു പിതാവിൻ്റെ ഇൻഫ്ലുവൻസ് ഹല്ലേലൂയ കുഞ്ഞുങ്ങളുടെ മേലുള്ളത് എത്ര വലുതാണെന്ന്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു വാക്യം കൊണ്ടുവരട്ടെ. വിലാപങ്ങളുടെ പുസ്തകം 18-19 വാക്യങ്ങൾ. ആ വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: അവരുടെ ഹൃദയം യഹോവയോട് നിലവിളിച്ചു. സിയോൻ പുത്രിയുടെ മതിലെ ഓലോല കണ്ണുനീരൊഴുക്കുക. നിനക്ക് സ്വസ്ഥത നൽകരുത്, നിന്റെ കൺമണി വിശ്രമിക്കുകയും അരുത്. വീതിയുടെ തലക്കിലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി നീ ദൈവത്തിങ്കലേക്ക് കൈമലർത്തുക. പ്രൈസ് ഗോഡ്. 3 കാര്യം അവിടെ നിന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോട്ടെ. ഒന്നാമത് പറയുന്നു, പ്രൈസ് ഗോഡ്, അവരുടെ ഹൃദയം കർത്താവിനോട് നിലവിളിച്ചു. അയ്യോ പൊത്തോ എന്നൊന്നും പറഞ്ഞൊന്നും ഒച്ചത്തിൽ നിലവിളിച്ചില്ല കേട്ടോ. അന്നായുടെ ഹല്ലേലൂയ ഹൃദയം കൊണ്ട് അന്ന പ്രാർത്ഥിച്ചത്. ഇന്നിവിടെ കടന്നു വന്നിരിക്കുമ്പോഴും നിങ്ങളുടെ ഇടത്തിരിക്കുന്നവരും വലത്തിരിക്കുന്നവർക്കും അറിയാൻ പാടില്ലാത്ത ചില വിഷയങ്ങളാൽ ഹൃദയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഹൃദയം കൊണ്ടൊന്ന് കർത്താവിനോട് നിലവിളിക്കാമോ? പ്രൈസ് ഗോഡ്. തീർച്ചയായും അതിനുത്തരം ലഭിച്ചിരിക്കും. രണ്ടാമത് പറയുന്നു, സിയോൻ പുത്രിയുടെ മതിലെ ഓലോല കണ്ണുനീരൊഴുക്കുക. എനിക്ക് വലിയ ഇഷ്ടമുള്ള ആളാ C.S. സ്പർജൻ. ഞാൻ C.S. സ്പർജൻ്റെ കോട്ട്സൊക്കെ എവിടുന്നേലും കണ്ടാലൊക്കെ എഴുതി വെക്കുമായിരുന്നു. പക്ഷെ കുഞ്ഞുങ്ങൾ തന്നെ എനിക്കൊരു ബുക്ക് മേടിച്ചുകൊണ്ട് വന്നു, കോട്ട്സ് ഓഫ് C.S. സ്പർജൻ. C.S. സ്പർജൻ പറയുന്നത്, ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരൊറ്റ തുള്ളി കണ്ണുനീരിനകത്ത് ഒതുക്കാം. ഹല്ലേലൂയ. ഈ C.S. സ്പർജൻ തന്നെ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. പ്രൈസ് ഗോഡ്. വലിയ ഭാരമേറിയ ഒരു വിഷയം നിന്റെ മുമ്പിൽ നിൽക്കുവാണെങ്കിൽ, ഹല്ലേലൂയ, ദൈവ പൈതലേ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലേ, ഒരൊറ്റ കണ്ണുനീര് മതി ആ വിഷയത്തെ നിന്റെ മുമ്പിൽ നിന്ന് ഒഴുക്കി മാറ്റുവാൻ. എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് പകൽക്കാലം? ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നീ നിന്റെ ഹൃദയം കൊണ്ടാണ് നിലവിളിക്കുന്നത്. നിന്റെ വിഷയം ആരും അറിയുന്നില്ല. എന്നാൽ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ആ വിഷയം ദൈവസന്നിധിയിൽ എത്തിയിരിക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. മൂന്നാമത് പറയുന്നു, നീ രാവും പകലും ഓലോല കണ്ണുനീരൊഴുക്കുക. അതിനു മുമ്പ് പറയും, നീ സ്വസ്ഥമായിരിക്കരുത്, നിന്റെ കൺമണി വിശ്രമിക്കുകയും അരുത്. പ്രൈസ് ഗോഡ്. യെശയ്യാ പ്രവചനം 62-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. പ്രൈസ് ഗോഡ്. യഹോവയെ ഓർമ്മിപ്പിക്കുന്നവരെ, നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അവൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളും അതിനെ പ്രശംസാ വിഷയമാക്കുവോളും നിന്റെ കൺമണിക്ക് വിശ്രമം കൊടുക്കരുത്. ദൈവത്തിന് യെരൂശലേമിനെ പ്രശംസാ വിഷയമാക്കുവാൻ പദ്ധതിയുണ്ട്. പ്രിയ മാതാവേ, പ്രിയ പിതാവേ, നിന്റെ കുഞ്ഞിനെ പ്രശംസാ വിഷയമാക്കുവാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രൈസ് ഗോഡ്. നിന്നെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. 87-ാം സങ്കീർത്തനത്തിൽ അത് പറയുന്നു, ദൈവത്തിന്റെ നഗരമേ, നിന്നെ കുറിച്ച് മഹത്വമുള്ള കാര്യങ്ങൾ അരുളി ചെയ്തിരിക്കുന്നു. ഇന്ന് വിശ്വസിക്കുക. ഈ ഹോളിനകത്തിരിക്കുന്നവരുടെ തലമുറയെ കുറിച്ച് ഹല്ലേലൂയ ശുശ്രൂഷ തുടങ്ങിയ സമയത്ത് തന്നെ എപ്പോഴും പറയും, നെക്സ്റ്റ് ജനറേഷൻ. ഞങ്ങൾ ഒത്തിരി നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ഞാനിവിടെ തലമുറ എന്ന് പറഞ്ഞ് എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ ഓർക്കരുതേ, ഞാൻ കുഞ്ഞുങ്ങളെ, നമ്മൾ പ്രസവിച്ച കുഞ്ഞുങ്ങളെ മാത്രമല്ല, നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ. പ്രൈസ് ഗോഡ്. ഇന്നലെ മിനിഞ്ഞാന്നും ഒക്കെ വായിച്ചാൽ പറഞ്ഞല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങളാ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് അവരെ പ്രശംസാ വിഷയമാക്കും ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തും. ദൈവം അവരെ കുറിച്ച് മഹത്വമുള്ള കാര്യങ്ങൾ അരുളി ചെയ്തിട്ടുണ്ട്. അതെല്ലാം ദൈവം നിവർത്തിക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? പ്രൈസ് ഗോഡ്. എല്ലാ കുഞ്ഞുങ്ങളെ കുറിച്ചും ഹല്ലേലൂയ, അല്ലെങ്കിൽ നമ്മുടെ സഭയിലുള്ള നെക്സ്റ്റ് ജനറേഷനെ കുറിച്ചും ഒക്കെ വാഗ്ദത്തങ്ങൾ ദൈവം തന്നിട്ടില്ലേ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ 4 കുഞ്ഞുങ്ങളോടും ഹല്ലേലൂയ ദൈവാത്മാവ് ഇടപെട്ടിട്ടുള്ളതൊക്കെ ഞാൻ സെപ്പറേറ്റ് എഴുതി വെക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇടയ്ക്കിടയ്ക്കൊക്കെ അതിനകത്ത് ഓരോന്ന് ഞാൻ അവർക്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കും. ഞാൻ അത് വെച്ച് പ്രാർത്ഥിക്കും. പ്രൈസ് ഗോഡ്. പ്രസംഗിക്കാൻ എളുപ്പമാ ദൈവമക്കളെ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് പ്രസംഗമല്ല, കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് ജീവിതമാണ്. ഇന്ന് നമ്മളെല്ലാം ഉപദേശിക്കാൻ മിടുക്കരാ, പക്ഷെ നമ്മുടെ ജീവിതം എങ്ങനെയാ? പ്രൈസ് ഗോഡ്. ഞാൻ പലപ്പോഴും പറയും, the disparity between the doctrine and the deeds will confuses the children. കുഞ്ഞുങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? ഡോക്ടറിൻ ഇങ്ങനെ അങ്ങ് പ്രസംഗം പോകും.
പ്രൈസ് ഗോഡ്. എന്നാൽ കുഞ്ഞുങ്ങൾ കാണുന്ന ജീവിതമാണ്, അവർക്ക് വലിയ പ്രസംഗമൊന്നും ആവശ്യമില്ല കേട്ടോ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് മാതൃകയുള്ള, അത് കയറി വന്നുകൊണ്ട് ഞാൻ പറഞ്ഞ മാതൃകയുള്ളവരായിട്ട് ജീവിക്കുക. അപ്പോൾ ഹല്ലേലൂയ, ഒരു വാഗ്ദത്ത വചനം ഞാൻ ഹല്ലേലൂയ ഈ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ദൈവം എനിക്ക് തന്നത് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഹല്ലേലൂയ. സങ്കീർത്തനം 89:34 മുതലുള്ള വാക്യങ്ങളാണ്. നിങ്ങളത് കേട്ടാൽ മതി. പ്രൈസ് ഗോഡ്. പിന്നീട് എടുത്ത് വായിച്ചു 34 മുതൽ 37 വരെ. അതിനകത്ത് സ്വർഗത്തിലെ ദൈവം പറയുക, ഹല്ലേലൂയ, ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ അധരം കൊണ്ട് അരുളി ചെയ്തതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. ഞാൻ ഒരിക്കൽ എൻ്റെ വിശുദ്ധിയെ തൊട്ട് സത്യം ചെയ്തു. ഞാൻ ദാവീദിനോട് ഭോഷ്ക് പറയുകയില്ല. പ്രിയ മോളി, ദൈവം ഭോഷ്ക് പറയത്തില്ല. ദാവീദിന്റെ അവിടോട്ട് നമ്മുടെ പേരൊന്നിട്ടെ. ഹല്ലേലൂയ. ഞാൻ ദാവീദിനോട് ഭോഷ്ക് പറയത്തില്ല. അവന്റെ സന്തതി ശാശ്വതമായും അവന്റെ സിംഹാസനം സൂര്യനെ പോലെയും ഇരിക്കും. അത് ചന്ദ്രനെ പോലെയും ആകാശത്തിലെ വിശ്വസ്ത സാക്ഷിയെ പോലെയും എന്നും ചന്ദ്രനെ പോലെയൊക്കെ ആയിരിക്കുമെന്ന് ഈ വാക്യങ്ങളും ഈ വചനങ്ങളും ഈ വാഗ്ദത്തങ്ങളും ഒക്കെ പ്രൈസ് ഗോഡ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഉരുവിടണം. ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ പ്രൈസ് ഗോഡ് പുസ്തകത്തിൽ ഇരിപ്പാനല്ല, ഹൃദയത്തിൽ ഇരിപ്പാനല്ല, ശത്രുക്കൾക്ക് ഉരുവിടുമ്പോൾ ഉണ്ടല്ലോ. പ്രൈസ് ഗോഡ്. നമ്മൾ പറയുമല്ലോ ദൈവത്തിൻ്റെ വചനം വാളാണെന്ന്. പ്രൈസ് ഗോഡ്. അതൊക്കെയും അതുകൊണ്ട് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഏതെങ്കിലും വാഗ്ദത്തങ്ങൾക്ക് ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവാത്മാവ് തന്നിട്ട് അത് നിവൃത്തിയാകാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അത് നിവൃത്തിയാകത്തക്കവണ്ണം നമ്മെ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കാം. ഭവനത്തെ കൊള്ളയടിക്കുന്ന ദുരാത്മ മണ്ഡലത്തോട് ഹല്ലേലൂയ പോരാടുവാൻ റെഡിയാ. പ്രൈസ് ഗോഡ്. നമ്മുടെ തീം സോങ്ങിനകത്തൊരു പാട്ടുണ്ടല്ലോ, ഹല്ലേലൂയ. സോദരങ്ങൾക്കായി ഇടിവിൽ നിന്നിടാം, ശത്രുവിന്റെ പാളയത്തെ കൊള്ള ചെയ്തിടാം, നമ്മുടെ ദൈവം വലിയവനല്ലോ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ വലിയവനാ, അവൻ ശക്തനാ. ഹല്ലേലൂയ. അതുകൊണ്ട് മനസ്സിലാക്കണമേ പ്രൈസ് ഗോഡ്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടുകൊണ്ട് പോയത് കുഞ്ഞുങ്ങളുടെ ഭാവിയായിരിക്കാം, നമ്മുടെ ആരോഗ്യമായിരിക്കാം, നമ്മുടെ സമ്പത്തായിരിക്കാം, നമ്മുടെ സമാധാനമായിരിക്കാം, ഭവനത്തിനകത്തെ ആ ഐക്യതയുണ്ടല്ലോ പ്രൈസ് ഗോഡ്, അതായിരിക്കാം മോഷ്ടിക്കപ്പെട്ടുകൊണ്ട് പോയിരിക്കുന്നത്. എന്നാൽ അത് തിരിച്ചു പിടിക്കുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ഒന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ? ഒരു ഗ്രേസ് ഫിൽഡ് ഫാമിലി, ഒരു ഗ്രേസ് ബേസ്ഡ് ഫാമിലി ഹല്ലേലൂയ പണിതെടുക്കുവാൻ തക്കവണ്ണം നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പിശാച് എന്തിനാ വരുന്നത്? പ്രൈസ് ഗോഡ്. കൊച്ചുമക്കളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. എന്തിനാ പിശാച് വരുന്നത്? ടു ഡിവൈഡ്, ടു കോൺകർ ആൻഡ് ടു ഡിസ്ട്രോയ്. ആദ്യം അങ്ങ് ഡിവൈഡ് ചെയ്യും. പക്ഷെ അതിൻ്റെ വലിയ ഇഷ്ടമുള്ള ജോലിയാണ് അത്. അല്ലല്ലേ, ഭിന്നത കൊണ്ടുവരും. ഡിവൈഡ്, ദെൻ കോൺകർ. കോൺകർ ചെയ്തിട്ട് പിന്നെന്തോ ചെയ്യും? ഡിസ്ട്രോയ് ചെയ്യും. പിശാചിന് ഒത്തിരി പേരുകളുണ്ട്. ഇന്നലെ പരിശുദ്ധാത്മാവിൻ്റെ ഒത്തിരി പേരുകൾ പ്രൈസ് ലോർഡ് കർത്താവിൻ്റെ ദാസൻ നമ്മളോട് പറഞ്ഞു. എന്നാൽ ഈ പിശാചിനെ വിളിക്കുന്നത് എന്താണെന്നറിയാമോ? അക്യൂസർ, അഡ്വേഴ്സറി, തീഫ്, എന്തെല്ലാം പേരുകൾ പിശാചിനുണ്ടെന്നറിയാമോ? ഈ പിശാച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷമായി ഹല്ലേലൂയ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഫ്രിക്ഷൻസ് കൊണ്ടുവരും. ഒരു പിതാവിൻ്റെ ഫ്രിക്ഷൻസ് ആയിരിക്കത്തില്ല മാതാവിൻ്റെ ഫ്രിക്ഷൻ ആയിരിക്കത്തില്ല കുഞ്ഞുങ്ങളുടെ. ഈ ഫ്രിക്ഷൻസ് കൊണ്ടുവന്നാൽ എന്ത് പറ്റുമെന്നറിയാമോ? ഫ്രിക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇങ്ങനെ ഒരസല് ഫ്രിക്ഷൻസ് കൊണ്ടുവരും. ഫ്രിക്ഷൻസ് കൊണ്ടുവന്നാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്നാണെന്നറിയാമോ? ഫ്രാക്ചർ. അയ്യോ കൈ ഫ്രാക്ചർ എന്നൊക്കെ പറഞ്ഞാൽ ആ വാക്ക് എല്ലാവർക്കും അറിയാം. പ്രൈസ് ഗോഡ്. ഒടിവുകളും ചതവുകളും ഹല്ലേലൂയ അകൽച്ചകളും കൊണ്ടുവരും. ഈ ഫ്രാക്ചർ വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ എന്ത് പറ്റുമെന്നറിയാമോ? കുടുംബത്തിൽ എന്ത് പറ്റുമെന്നറിയാമോ? കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ എന്ത് പറ്റുമെന്നറിയാമോ? ഭാര്യാഭർത്തൃ ബന്ധത്തിൽ എന്ത് പറ്റുമെന്നറിയാമോ? ഫെയിലിയർ, ഒരു തോൽവിയാണ് പിന്നെ വരുന്നത്. പ്രൈസ് ലോർഡ്. ഈ തോൽവി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പിന്നെ വരുന്നത് നിരാശയാണ്. അല്ല, ഞാൻ പറയുന്നത് ശരിയല്ലേ? നിങ്ങൾ ആരും ഇതൊന്നും അനുഭവിച്ചില്ല, ഞങ്ങൾ ഇത് കൂടെ ഒക്കെ പോയതാ. പ്രൈസ് ഗോഡ്. അല്ലെങ്കിൽ ഇന്ന് രാവിലെ എൻ്റെ ഒരു കസിൻ എഴുതി, യു ഹാവ് ബ്രോട്ട് യുവർ 4 children up well, so you will speak well today എന്ന് പറഞ്ഞ് എൻ്റെ ഒരു കസിൻ ഇന്ന് എനിക്കൊരു മെസ്സേജ് ഇട്ടു. പ്രൈസ് ഗോഡ്. ഞാൻ അനുഭവത്തിൽ നിന്ന് തന്നെ പറയുന്നത്. നിരാശ വരും,
ആരും ഒന്ന് ആശ്വസിപ്പിക്കാൻ കാണത്തില്ല. പോട്ടെ, സാരമില്ല എന്ന് പറയാൻ ആരും കാണത്തില്ല. പ്രൈസ് ഗോഡ്. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോഴും നിങ്ങൾ ഓർത്തോണമേ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആ ഡിസ്കറേജ്മെന്റിൽ നമ്മൾ ഇരിപ്പാൻ ദൈവം സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. അടുത്ത എഫ്, ഫറ്റീഗ്, നമ്മുടെ ജീവിതത്തിൽ അങ്ങ് ക്ഷീണം കൊണ്ടുവരും. എനിക്കറിയാം, ഞാൻ സഭയിൽ വന്ന് ചുരുണ്ടുകൂടി മൂലക്കിരുന്ന ദിവസം എനിക്കറിയാം. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഫറ്റീഗ് കൊണ്ടുവരും. ഈ ഫറ്റീഗ് എന്തിലേക്ക് നയിക്കുമെന്നറിയാമോ? ഫ്രസ്ട്രേഷൻസിലേക്ക് നയിക്കും. ഈ ഫ്രസ്ട്രേഷൻസ് പിന്നെ ഫിയറിലേക്ക് നയിക്കും. ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം നമ്മുടെ കുറിവാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ ഫിയർ കൊണ്ടുവരുന്നത് ആരാന്നറിയാമോ? ഈ ഫ്രസ്ട്രേഷൻ കൊണ്ടുവരുന്നത്, ഈ ഫറ്റീഗ് കൊണ്ടുവരുന്നത്, ഈ ഡിസ്കറേജ്മെന്റ് കൊണ്ടുവരുന്നത്, ഈ ഫ്രാക്ചർ, ഫ്രിക്ഷൻ, ഇതെല്ലാം കൊണ്ടുവരുന്നത് ആരാന്നറിയാമോ? പ്രൈസ് ഗോഡ്, ശത്രുവാ കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. അതൊന്നും കണ്ട് ഭയപ്പെട്ടു പോകണ്ട. പ്രൈസ് ഗോഡ്. ഇന്നലെ നമ്മൾ കേട്ടു, ആദ്യത്തെ ദിവസം നമ്മൾ കേട്ടു, ഹല്ലേലൂയ, വെള്ളിക്കട്ടി കൊണ്ട് കൂടാരത്തിനകത്ത് കുഴിച്ചിട്ടേച്ച് പൊരുതാൻ പോയേക്കരുത്. പ്രൈസ് ഗോഡ്. ഇന്നലെ നമ്മൾ കേട്ടു, 4 കാര്യം ചെയ്യാതെ, അതിനകത്തൊരു ക്രമീകരണം വരുത്താതെ പൊരുതാൻ പോയേക്കല്ല്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവവചനമാകുന്ന വാൾ ഉപയോഗിച്ച്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വചനങ്ങൾ ഉപയോഗിച്ച് ശത്രുവിനെ വെട്ടി വീഴ്ത്തുവാൻ നമ്മൾ കേട്ടിട്ടില്ലേ? വെട്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ. പ്രൈസ് ഗോഡ്. ഞാൻ പണ്ടൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഓർത്തുകൊണ്ട്, ഇതെന്തൊരു പ്രാർത്ഥന, വെട്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവവചനമാകുന്ന വാൾ ഉപയോഗിച്ച്, പ്രൈസ് ഗോഡ്, ശത്രുവിൻ്റെ പദ്ധതിയെയും ശത്രുവിൻ്റെ പ്ലാനിലെയും വെട്ടിക്കളഞ്ഞുകൊണ്ട് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ദൈവമക്കളെ നമുക്ക് കഴിയണം. ഒരു കാര്യം, ഹല്ലേലൂയ, ഇന്നലെ ആ പാസ്റ്റർ ആ ഭാഗം പറഞ്ഞതുകൊണ്ട്, ഹല്ലേലൂയ, പിശാച് ഓടിപ്പോവെന്നൊക്കെ പറഞ്ഞല്ലോ. ഞാൻ ആ ഭാഗം വിവരിക്കുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിലെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ചീട്ടുകളിക്കാരുണ്ട്. പണ്ട് ഞങ്ങളുടെ തറവാടിൻ്റെ അങ്ങ് പറമ്പിൻ്റെ മൂലയ്ക്ക് ഒരു ഇല്ലിക്കൂട്ടമുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ചീട്ടുകളിക്കാർ, പകിട, ഭയങ്കര ഒച്ചയാണ് അവിടെ അങ്ങ് ചില സമയത്ത്. ഇപ്പോൾ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ ചീട്ട് കളിക്കാരിങ്ങനെ വഴിയിലിരുന്ന് വട്ടം കളിക്കുന്നവർ പോലീസ് വണ്ടി വരുമ്പോൾ ഓടിപ്പോകും. ആംബുലൻസ് വന്നാലോ അവിടെ തന്നെ ഇരുന്ന് കളിക്കും. ആ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. പ്രൈസ് ഗോഡ്. ഞാൻ അവിടെ വന്ന് വിടുക. പ്രൈസ് ഗോഡ്. അപ്പം പൊരുതേണ്ടതിനോട് മാത്രമേ നാം പൊരുതാനായിട്ട് പോകത്തുള്ളൂ. ഈ ദൈവവചനമാകുന്ന വാളിനൊരു പ്രത്യേകതയുണ്ട്. ഈ ലോകത്തിലെ വാൾ നാം ഉപയോഗിച്ച് വരുംതോറും അതിൻ്റെ മൂർച്ച പോകും. എന്നാൽ ദൈവവചനമാകുന്ന വാളുണ്ടല്ലോ, നാം ഉപയോഗിക്കും തോറും, ഹല്ലേലൂയ, ഉപയോഗിക്കും തോറുമുണ്ടല്ലോ അതിന് മൂർച്ച കൂടി വരും. അല്ലല്ലോ ഓരോ ദിവസവും, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത് കോയറ്റായ്മയൊക്കെ നല്ല വൃത്തിക്ക് നമ്മളെ പഠിപ്പിച്ചു തന്നല്ലോ. പ്രൈസ് ഗോഡ്. ദൈവസന്നിധിയിൽ ഉരുവിട്. പ്രൈസ് ഗോഡ്. ഞാൻ പെട്ടെന്ന് പോട്ടെ. ഹല്ലേലൂയ. അങ്ങനെ സ്വന്തം ജനത്തിന് വേണ്ടി പൊരുത ഒരു സഹോദരിയെ പറയാം, ദെബോര. ദെബോര എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പെണ്ണീച്ച എന്നാ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പെണ്ണീച്ച എന്ന് പറഞ്ഞാൽ ഒരു അലസതയുമില്ല. അലസതയുള്ളവരെ ദൈവത്തിന് വേണ്ട. പ്രൈസ് ഗോഡ്. ദെബോര ഒരു ന്യായാധിപയായിരുന്നു, ലെപ്പിദോത്തിൻ്റെ ഭാര്യയായിരുന്നു. പക്ഷെങ്കിൽ അവൾ പറയുന്നൊരു വാക്യമുണ്ട്. അതുകൊണ്ട് ആ വാക്യം ഞാൻ എടുത്തത്. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. ആ വാക്യം ഇങ്ങനെ പറയുന്നു, ദെബോരയായ ഞാൻ എഴുന്നേൽക്കും വരെ, ഇസ്രായേലിൽ മാതാവായി എഴുന്നേൽക്കും വരെ നായകന്മാർ അശേഷം ഇസ്രായേലിൽ അറ്റുപോയിരുന്നു. ദെബോരയായ ഞാൻ എഴുന്നേൽക്കും വരെ. അവൾ പറയുക, അവൾക്ക് ലെപ്പിദോത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കാം, ബൈബിൾ അത് പറയുന്നില്ല, നമുക്കറിയില്ല. പക്ഷേ യുദ്ധം വന്നപ്പോൾ, പ്രൈസ് ഗോഡ്, യാബീനും അവൻ്റെ സേനാധിപതി സീസര 900 ഇരുമ്പ് രഥവുമായി വന്നപ്പോൾ, ഈ ദേശത്തെ കീഴടക്കുവാൻ, ദൈവജനത്തെ തോൽപ്പിക്കുവാൻ വന്നപ്പോൾ അവൾ പറയുക, ഞാൻ എഴുന്നേൽക്കുക. ഹല്ലേലൂയ. I arose as a mother until I arose as a mother. എന്നിട്ട് എന്ത് ചെയ്തു? അവൾ യുദ്ധത്തിന് പോയി, അവൾ യുദ്ധം ചെയ്തു. പ്രൈസ് ഗോഡ്. അവളുടെ ഹൃദയം ഒരു കമ്പാഷനേറ്റ് ഹാർട്ടായിരുന്നു. ഒരമ്മമാരുടെ ഹൃദയം, അപ്പന്മാരുടെയാണ് കേട്ടോ, അമ്മമാരുടെ ഹൃദയം, ആർദ്രതയുള്ളൊരു ഹൃദയം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവൾ യുദ്ധത്തിന് വേണ്ടി പോയി. പ്രൈസ് ഗോഡ്. ഇസ്രായേലിനെ മുഴുവനും താൻ തൻ്റെ മക്കളായിട്ട് കണ്ടു. ഇസ്രായേലിനെ മുഴുവനും താൻ തൻ്റെ മക്കളായിട്ട് കണ്ടു. എല്ലാ മക്കളും, ഹല്ലേലൂയ, ശക്തി പ്രാപിക്കണമെന്നും അവർക്കൊരു പീസ്ഫുൾ ലൈഫ് ഉണ്ടാകണമെന്നും അവരുടെ ജീവിതത്തിൽ ഒരു സെക്യൂരിറ്റി അവർക്കുണ്ടാകണമെന്നുമൊക്കെ
അവൾ ലിറ്ററലായിട്ടും ഫിഗറേറ്റീവായിട്ടും അവളുടെ ഹൃദയത്തിൽ അവൾ നിശ്ചയിച്ചു. പ്രൈസ് ഗോഡ്. ഞാൻ വിവരിക്കുന്നില്ല, ഞാൻ അവിടെ ഒക്കെ സ്കിപ്പ് ചെയ്യുക. യുദ്ധത്തിന് പോയി. നിങ്ങൾ 5-ാം അധ്യായം ന്യായാധിപന്മാരുടെ പുസ്തകം ലാസ്റ്റ് വായിക്കുമ്പോൾ നാം അവിടെ കാണുന്നുണ്ട്, ദേശത്തിന് 40 വർഷം സ്വസ്ഥതയുണ്ടായി. തുടക്കത്തിൽ നമ്മൾ കാണുന്നുണ്ട് ശത്രു അവരെ പീഡിപ്പിച്ചത്, പൈശാചി ആളത്വങ്ങൾ, അന്ധകാര ശക്തികൾ, ശത്രു സൈന്യങ്ങൾ അവരെ പീഡിപ്പിച്ചത് 20 വർഷമാണ്. എന്നാൽ സ്വസ്ഥത കൊടുത്തപ്പോൾ ഉണ്ടല്ലോ, ഈ 20 വർഷം സ്വസ്ഥത കൊടുത്തു. പ്രിയ സഹോദരിമാരെ, ആ ദെബോറയെ പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ഒന്ന് യുദ്ധം ചെയ്യുവാൻ, ഒന്ന് പോരാടുവാൻ, ഒന്ന് മുട്ടിന്മേൽ ഇരിപ്പാൻ, ഒന്ന് കണ്ണുനീരൊഴുപ്പാൻ, ഒന്ന് പ്രാർത്ഥിപ്പാൻ, വജ്രമെന്ന വാളെടുത്തൊന്ന് യുദ്ധം ചെയ്യുവാൻ, അഭിഷേകം പ്രാപിപ്പാൻ, അഭിഷേകത്തിൽ ആരാധിപ്പാൻ, അന്യഭാഷയിൽ ആരാധിപ്പാൻ, ഹല്ലേലൂയ ഒന്നേൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ബേബി പാസ്റ്റർ പറഞ്ഞൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. അന്നുണ്ടായിരുന്നവരൊക്കെ കേട്ട് കാണും. ഒരു അടുത്ത് ഹല്ലേലൂയ 220 ആണോ 240 ആണോ ഏതോ ഒരു വയറെ കയറി ഒരു കൊച്ചു പിടിച്ചിട്ട് എല്ലാം ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് നടന്നു. ഈ കൊച്ചു കിടന്ന് പിടയ്ക്കുക. പക്ഷെ ആ പിടച്ചപ്പം തന്നെ അമ്മ ഓച്ചത്തിൽ അന്യഭാഷ വന്ന് പറഞ്ഞ കൊച്ചിനെ വലിച്ചെടുത്തു. പ്രൈസ് ഗോഡ്. ഇലക്ട്രിസിറ്റി എങ്ങനെ? കറണ്ട് ഓൾവേസ് ഫ്ലോ ഫ്രം എ ഹയർ ഓൾട്ടിറ്റ്യൂഡ് ടു ലോവർ ഓൾട്ടിറ്റ്യൂഡ്. അപ്പോൾ അന്യഭാഷ പറഞ്ഞ ഈ സഹോദരിയുടെ ഉള്ളിലുണ്ടായിരുന്ന ശക്തി അല്ലേ കുഞ്ഞേ, ഏത് വിഷയമാ നിന്റെ മുമ്പില് ഇപ്പോൾ അസ്തമിച്ച് പോകുമെന്ന് നീ കരുതുന്നത്? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് വിഷയമാ മറുപടിയില്ലാതെ ഇല്ലാതെ പോകുമെന്ന് വിചാരിച്ച് നീ ഭാരപ്പെടുന്നത്, ഇന്ന് നീ ആരാധിക്ക്. അന്യഭാഷയിൽ ആരാധിച്ച് ആ വിഷയത്തെ നീ പൊക്കിയെടുക്ക്. തീർച്ചയായും ഹല്ലേലൂയ നഷ്ടപ്പെട്ടതിനെ ഒക്കെ മടക്കി തരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പോരടിച്ച ഹല്ലേലൂയ ഒരു മാതാവിനെ മാത്രം പറഞ്ഞാൽ പോരല്ലോ. എനിക്ക് തന്ന ടോപ്പിക്ക് മാതാപിതാക്കളുടെ റോളാണ്. പിതാക്കന്മാരെ ഞാനൊന്നും പറയുന്നില്ല. പ്രൈസ് ഗോഡ്. പക്ഷേ മോശയുടെ മാതാപിതാക്കളെക്കുറിച്ച് ചില കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ പറയാം. പ്രൈസ് ഗോഡ്. ആരായിരുന്നു മോശയുടെ പിതാവ്? അമ്രാം. അമ്രാം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? സമാധാന സ്വഭാവമുള്ള, ഭയമില്ലാത്ത, ഉയർത്തപ്പെട്ട ഒരു വ്യക്തി. അതാ അമ്രാം. അമ്മ ആരായിരുന്നു? യോഖെബേദ്. യോഖെബേദിൻ്റെ അർത്ഥം എന്താ? യാഹ്വേ ഈസ് ഗ്ലോറി. ഹല്ലേലൂയ. പ്രിയ മാതാവേ, നീ ദൈവമഹത്വം ചുമക്കുന്നവളാണെങ്കിൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഒരു പിതാവ് സമാധാന പ്രകൃതമുള്ള, പ്രൈസ് ഗോഡ്, ഭയമില്ലാതെ, പ്രൈസ് ഗോഡ്, ദൈവസന്നിധിയിൽ ഉയർത്തപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ പ്രൈസ് ഗോഡ് അവരുടെ തലമുറയ്ക്ക് മുൾപ്പടർപ്പിൽ വെച്ച് നിയോഗം കൊടുക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ഇന്ന് കാണുന്നില്ലായിരിക്കും. ദൈവമക്കളെ, നിങ്ങളുടെ തലമുറകൾക്ക് നിയോഗം കൊടുത്ത് സ്വർഗത്തിലെ ദൈവം അവരെ ഉപയോഗിക്കും. പ്രൈസ് ഗോഡ്. വിശ്വസിക്ക്. ഹല്ലേലൂയ. അവരുടെ 9 സ്വഭാവം ഞാൻ പെട്ടെന്ന് പറയാം, തൊട്ട് പറഞ്ഞേ പോകത്തുള്ളൂ കേട്ടോ. ഒന്നാമത്തെ സ്വഭാവം, ദേ ആർ ബിലീവിങ് പാരൻസ്. വിശ്വാസമുള്ളവരായിരുന്നു. ഹല്ലേലൂയ. അതൊറ്റ വാക്യത്തിനകത്ത് അതെല്ലാം കിടപ്പുണ്ട്. പ്രൈസ് ഗോഡ്. ആ വാക്യം ഏതാണെന്നോ? എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 23. ആ വാക്യം ഇങ്ങനെ പറയുന്നു: വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന് കണ്ട് അമ്മയപ്പന്മാർ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. ആ ഒറ്റ വാക്യത്തിനകത്തെല്ലാം കിടപ്പുണ്ട്. ഒന്നാമത്തേത് വിശ്വാസത്താൽ. എന്തുകൊണ്ടാണ് അവർ ചെയ്തത്? ഹല്ലേലൂയ. യോഖെബേദിൻ്റെയും അമ്രാമിൻ്റെയും സ്വഭാവം, ദേ ആർ ബിലീവിങ് പാരൻസ്. ഹല്ലേലൂയ. അപ്പനും അമ്മയും ഹല്ലേലൂയ എങ്ങനെയുള്ളവര്? ദൈവത്തിലൊരു വിശ്വാസമുള്ളവരായിരുന്നു. മോശ ജനിച്ചത് ഏറ്റവും ഇരുണ്ട ഒരു കാലഘട്ടത്തിലായിരുന്നു. പ്രൈസ് ഗോഡ്. പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഭയങ്കര മോശമായിരുന്നു. ജനം വർദ്ധിച്ചു വരുന്നു എന്ന് കണ്ടിട്ട് ആൺകുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോയി നൈൽ നദിയിൽ മുക്കുവാനുള്ള കൽപ്പന കിട്ടിയ സമയമായിരുന്നു. പ്രൈസ് ഗോഡ്. പക്ഷെ ഇവർ വിശ്വസിച്ചു. വിശ്വാസത്താൽ അവരെന്ത് വിശ്വസിച്ചു? ഞങ്ങളുടെ കുഞ്ഞിനെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. മുമ്പ് ഷാജൻ ബ്രദർ പറഞ്ഞല്ലോ, നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് there is a purpose.
ഹല്ലേലൂയ. ഒരു പദ്ധതിയുണ്ട്, ഒരു പ്ലാനുണ്ട് ദൈവത്തിന്. അപ്പോൾ ഒന്നാമത്തേത് ബിലീവിങ് പേരൻസ്. രണ്ടാമത് ബോൾഡ് പേരൻസ്. ബോൾഡ്, ധൈര്യമുള്ളവരായിരുന്നു. എങ്ങനെ അറിയാം? അവിടെ എഴുതിയിട്ടുണ്ട്, രാജകൽപ്പന ഭയപ്പെടാതെ കുഞ്ഞിനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. രാജകൽപ്പനയെ അവർ ഭയപ്പെട്ടില്ല. രാജകൽപ്പന ബലമുള്ളതാണെന്നാണ് ബൈബിൾ പറയുന്നത് കേട്ടോ. പക്ഷെ ഇവിടെ ഇവര് രാജകൽപ്പന ഭയപ്പെട്ടില്ല. മൂന്നാമത്തേത് സെൻസിറ്റീവ് പേരൻസ്. വളരെ സെൻസിറ്റീവായിരുന്നു, സൂക്ഷ്മബോധമുള്ളവരായിരുന്നു. എങ്ങനെ അറിയാം? കുഞ്ഞ് സുന്ദരൻ എന്ന് കണ്ട്, പുറമേയുള്ള സൗന്ദര്യമല്ല അവർ കണ്ടത് കേട്ടോ, ഇവനൊരു ലീഡറാകും, ഇവനൊരു വീണ്ടെടുപ്പുകാരനാകും, എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഈ സ്വഭാവമുള്ള അപ്പനും അമ്മയാണ് കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് അവർ വളരെ ഹല്ലേലൂയ സെൻസിബിളായിട്ട്, പ്രൈസ് ഗോഡ്, സെൻസിറ്റീവായിട്ടും സെൻസിബിളായിട്ടും ഹല്ലേലൂയ മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോയി. സെൻസിറ്റീവായിട്ടുള്ള പേരൻസ്, പ്രൈസ് ഗോഡ്. തലമുറയെക്കുറിച്ചൊരു കാഴ്ചപ്പാട് നമുക്ക് വേണ്ടേ? ഉണ്ടെന്ന് എനിക്കറിയാം. ദൈവം അതെല്ലാം പൂർത്തീകരിക്കട്ടെ. ഒരു കാഴ്ചപ്പാട്. ചിലപ്പം പറയും, ഓ ഇത് അപ്പടി പാരമ്പര്യ സ്വഭാവം, ഇവനിനി ശരിയാകാൻ പോകുന്നില്ല. ശരിയാകും മാതാവേ, ശരിയാകും മാതാവേ, ശരിയാകും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പിന്നെ മൂന്നാമത്തേതാണ് സെൻസിബിൾ ആയിരുന്നു. ഇന്നലെ നമ്മൾ ഒത്തിരി കേട്ടതാ വകതിരിവിനെ കുറിച്ച്, വിവേകത്തെക്കുറിച്ച് അല്ലേ? വിവേകത്തോടെ വിവേകത്തോടെ എന്ന് പറഞ്ഞ് എത്ര പ്രാവശ്യം പാസ്റ്റർ പറഞ്ഞു? ഒന്ന് ഓർത്ത് നോക്കണേ. 3 മാസം ഒരു കുഞ്ഞിനെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഒളിപ്പിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഹല്ലേലൂയ. പക്ഷെ ഇവർക്ക് എളുപ്പമായിരുന്നു. ഞാൻ വിചാരിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ബുധനാഴ്ച നമ്മുടെ സാമിൻ്റെ കുഞ്ഞ് ഉറങ്ങിയപ്പോൾ ഞാൻ ജയൻ്റെ മോളോട് പറഞ്ഞു, മോളെ അവിടെ ഒരു മെത്തയുണ്ട്, കൊണ്ട് കിടത്താൻ പറഞ്ഞു. അങ്ങോട്ട് കിടത്തി, കൊച്ചിങ്ങോട്ട് എണീറ്റ് പോന്നു. പ്രൈസ് ഗോഡ്. നമ്മൾ 3 മാസമുള്ള ഒരു കുഞ്ഞിനെ എത്ര വട്ടം ഇങ്ങനെ പിടിച്ച് ഉറക്കിക്കൊണ്ട് കിടത്തിയാലും അവരപ്പം തന്നെ എണീച്ചിങ്ങ് പോരും. അപ്പം 3 മാസം പട്ടാളക്കാർ ചുറ്റും നടക്കുക. വീടിന് ചുറ്റും പട്ടാളക്കാരുണ്ട് കേട്ടോ. പ്രൈസ് ഗോഡ്. വാഗ്ദത്തമാണ് കയ്യിലിരിക്കുന്നത്. അവൾ എന്ത് ചെയ്ത് കാണും? ഞാൻ വിശ്വസിക്കുന്നു 3 മാസവും ഈ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കാണും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന് പകൽക്കാലം പറയുക, കുഞ്ഞെ, നിനക്ക് കിട്ടിയ വാഗ്ദത്തമുണ്ടല്ലോ, നീ അത് നഷ്ടപ്പെടാതെ നിന്റെ മകളെ കുറിച്ച്, നിന്റെ മകനെ കുറിച്ച്, കുടുംബമായുള്ള നിങ്ങളുടെ ശുശ്രൂഷയെ കുറിച്ച് ദൈവം എന്ത് വാഗ്ദത്തം തന്നിട്ടുണ്ടോ അതിനെ ഒന്ന് ഹല്ലേലൂയ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കൊണ്ട് നടക്കാമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം അത് ചെയ്തെടുക്കും. സെൻസിബിൾ പേരൻസ്. അടുത്തത് സാക്രിഫൈസിങ് പേരൻസ്. 3 കുഞ്ഞുങ്ങളെയും ദൈവത്തിന് അങ്ങ് കൊടുത്തു. അയ്യോ, അഹരോനെയും കൊടുത്തു, മോശയും കൊടുത്തു, മിര്യാമിനെയും കൊടുത്തു. 3 പേരെയും ദൈവത്തിൻ്റെ വിലയ്ക്ക് വേണ്ടി കൊടുത്തു. സാക്രിഫൈസിങ് പേരൻസ്. അടുത്തത് പ്രൂഡൻറ്റ് പേരൻസ്. ദീർഘദൃഷ്ടി ഉണ്ടായിരുന്നു. ഈ പിള്ളേരോട് പറഞ്ഞു കാണും, അഹരോനോടും മിര്യാമിനോടും പറഞ്ഞു കാണും, ഒച്ചയൊന്നും ഉണ്ടാക്കല്ല് കേട്ടോ, ഈ കുഞ്ഞിനെ ഒച്ച വെപ്പിക്കല്ല് കേട്ടോ, പുറത്ത് ആൾക്കാരുണ്ട്. സൂക്ഷ്മബുദ്ധി, പ്രൂഡൻസ്. അതുപോലെ അവരോടും പറഞ്ഞു കാണും, പുറത്തു പോകുമ്പോൾ ആരോടും പറയില്ല. കാരണം 3 മാസം ഇവളെ ഗർഭിണിയായിട്ട് അവിടെ ഉള്ളവരൊക്കെ കണ്ടതാ, ചുറ്റുപാടുള്ളവർ കണ്ടതാ. പ്രസവിച്ച് കഴിഞ്ഞാൽ അവളെ കണ്ടവളായിരിക്കും. പക്ഷേ ദീർഘദൃഷ്ടിയോടെ അവൾ പറഞ്ഞു, പ്രൈസ് ഗോഡ്. പ്രേയിങ് പേരൻസ്. പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അമ്രാം തന്നെ പ്രാർത്ഥിച്ചു കാണും, യോക്കേബേദ് തന്നെ പ്രാർത്ഥിച്ചു കാണും, അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കാണും, അവർ ഹല്ലേലൂയ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കാണും. ഈ കുഞ്ഞ് ഹല്ലേലൂയ രാജകൊട്ടാരത്തിൽ വളർന്നപ്പോഴും ഇവർ പ്രാർത്ഥിച്ചു കാണും, ഇവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കാണും. പ്രേയിങ് പേരൻസ് ആയിരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ മനസ്സിലാക്കണമേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മോശ ഹല്ലേലൂയ നിയോഗം പ്രാപിക്കുന്ന സമയത്ത് ഈ അമ്മയും അപ്പനും ഇല്ല. കാരണം അവൻ 80 വയസ്സിലാണ് പ്രാപിക്കുന്നത്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുണ്ടോ? ഹല്ലേലൂയ. അതുണ്ടല്ലോ. ഞാൻ പലപ്പോഴും എൻ്റെ വായിൽ നിന്ന് ഞാൻ പറഞ്ഞു പോകുന്നൊരു സെൻറ്റൻസാണ്. പലരോടും പറയുമ്പോൾ, എൻ്റെ കുഞ്ഞുങ്ങളോട് പലപ്പോഴും പറയുമ്പോൾ, ഇന്നോ നാളെയോ ഞങ്ങളങ്ങ് പോകും. പ്രൈസ് ഗോഡ്. ഇന്നോ നാളെയോ നമുക്ക് തന്നിരിക്കുന്ന ആയുസ് തീർത്തിട്ട് നമ്മളങ്ങ് പോകും. എന്നാൽ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നെക്സ്റ്റ് ജനറേഷന് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി കണക്ക് ദൈവത്തിൻ്റെ കയ്യിൽ ഹല്ലേലൂയ എഴുതിയിട്ടുണ്ട്. അവൻ ബ്ലൂ പ്രിന്റ് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രേയിങ് പേരൻസ് ആയിരുന്നു. അടുത്തത് ലെറ്റ് ഗോ ഓഫ് പേരൻസ്. ഹല്ലേലൂയ. അതായത് വിട്ടുകൊടുക്കാൻ മനസ്സുണ്ടായിരുന്നു. ഇന്ന് കുഞ്ഞുങ്ങളെ ഒന്ന് ഹല്ലേലൂയ ഇവിടുത്തെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചാൽ എന്തൊരു പാടാ. പക്ഷെ ഫേസ്ബുക്കിലെ കുഞ്ഞുങ്ങൾ അങ്ങനെ അല്ല.
എൻ്റെ ദൈവമേ, എന്ത് കുഞ്ഞുങ്ങളിവിടെ കിടന്ന് പണിയുന്ന കണ്ടിട്ട് പ്രൈസ് ഗോഡ്. കഴിഞ്ഞ ദിവസം ഞാനും വായിച്ചാനും അവിടെ ഇരുന്ന് പറയുമായിരുന്നു, ഹല്ലേലൂയ എന്ത് കഷ്ടപ്പാടാ, ഹല്ലേലൂയ യൗവനക്കാര്, ഹല്ലേലൂയ ചില സഹോദരന്മാർ ആരുടെയും പേര് പറയുന്നില്ല, പ്രൈസ് ഗോഡ് ചുമക്കുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ വിഷമം വരുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ വിട്ടുകൊടുക്കണമെന്നേ കുഞ്ഞുങ്ങളെ. പ്രൈസ് ഗോഡ്, ലെറ്റ് ഗോ ഓഫ് പേരൻസ്. പ്രൈസ് ഗോഡ്. അവസാനമായിട്ട് ഒരെണ്ണം കൂടെ പറയാം, ട്രെയിനിങ് പേരൻസ്. അഭ്യസനം കൊടുത്തു. ഈ മോളെയൊക്കെ പഠിപ്പിച്ച് കാണും, ഹല്ലേലൂയ നീ രാജകുമാരുടെ അടുത്ത് ചെല്ലുമ്പോഴേ സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന്. നമ്മുടെ ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെയും ഹല്ലേലൂയ അവരുടെയൊക്കെ അമ്മമാർ വളർത്തിയതുപോലെ പാല് കൊടുക്കാൻ ഈ കുഞ്ഞിനെ കൈ കിട്ടിയപ്പോൾ ഉണ്ടല്ലോ, പ്രൈസ് ഗോഡ്, ഈ അമ്മ അവനൊരു ട്രെയിനിങ് കൊടുത്തു. എന്ത് പറഞ്ഞു കാണും? കാരണം പണ്ട് കാലത്തൊക്കെ 4 വയസ്സ് വരെയൊക്കെ പാല് കൊടുക്കുമെന്നാണ് പറയുന്നത്. അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവത്തെക്കുറിച്ച് ആ കുഞ്ഞുങ്ങൾക്കൊരു ബോധ്യം കൊടുത്തു. പ്രൈസ് ഗോഡ്. തലമുറകൾക്ക് വേണ്ടി ഹല്ലേലൂയ നമുക്ക് ചെയ്യാവുന്നത് ഇതൊക്കെ ഉള്ളൂ. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നതിന് മുമ്പ് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ മറിയ, പുതിയ നിയമത്തിലെ ഒരു മാതാവിനെ ഞാൻ പറയണ്ടേ, യേശുവിൻ്റെ അമ്മ മറിയ. വിവരിക്കുന്നില്ല, ലോകത്തിലെ ഏറ്റവും കൂടുതൽ അപമാനവും നിന്നയും ഏറ്റൊരു മാതാവാ. പക്ഷെ ഇന്ന് അവള് ഹല്ലേലൂയ ആരാ? ലോകരക്ഷിതാവിൻ്റെ മാതാവ് അവളല്ലേ. പ്രൈസ് ഗോഡ്. ഞാൻ പറയും, നമ്മുടെ ജീവിതം ഒരു മെഴുകുതിരി പോലാ. നമ്മൾ ഉരുകുന്നത് ആരും കാണത്തില്ല, നമ്മൾ തീർന്നു പോകുന്നത് ആരും കാണത്തില്ല. എന്നാൽ ആ പ്രകാശം എത്ര പേർക്ക് പ്രയോജനമാ അല്ലേ പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. ഒരു മെഴുകുതിരി പോലെ ഹല്ലേലൂയ ഉരുകിത്തീരാനുള്ളതാ നമ്മുടെ ജീവിതം. നിങ്ങൾ ഒരു മാതാവിനെ കേട്ടിട്ടുണ്ടോ പഴയ നിയമത്തിൽ? നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കിയാൽ മതി. അല്ലെ 2 ശമൂവേൽ 21 അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യത്തിൽ ഒരു മാതാവിനെ കാണാം. ആ മാതാവാണ് റിസ്പ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ വായിച്ചു നോക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഒത്തിരി അധികം സംസാരിക്കും. ഈ റിസ്പ ശൗലിൻ്റെ വെപ്പാട്ടിയായിരുന്നു, കോങ്കുബൈൻ. ഹല്ലേലൂയ, കോങ്കുബൈൻ വെപ്പാട്ടിയായിരുന്നു ശൗലിൻ്റെ. അവൾക്ക് ശൗലിൽ 2 മക്കളുണ്ടായി. ഒന്ന് അർമോനി, ഒന്ന് മെഫിബോശത്ത്. യോനാഥാൻ്റെ മുടന്തനായ മകൻ മെഫിബോശത്ത് അല്ല, അല്ലാതൊരു മെഫിബോശത്താ. പ്രൈസ് ഗോഡ്. എന്നാൽ ഒരു ദിവസം ഗിബിയോന്യർ വന്ന്, യോശുവയുടെ പുസ്തകം 9 അധ്യായത്തിലുണ്ട്, ഒരു ഉടമ്പടി ചെയ്ത സമയം. പ്രൈസ് ഗോഡ്. ഇവർ ദൂരത്തുനിന്ന് വന്നവരാന്ന് പറഞ്ഞു. അതൊക്കെ അങ്ങ് വിശ്വസിച്ചു. അവരുടെ ഭക്ഷണം വാങ്ങി ആസ്വദിച്ചു. പിന്നീടാണ് അറിയുന്നത് അവർ സമീപസ്ഥരാ, അവർ കനാന്യരാ, അവരുടെ ഇടയിലാന്നൊക്കെ അങ്ങ് മനസ്സിലായി. യോശുവയ്ക്ക് അങ്ങ് സങ്കടമായി. പക്ഷെ ഉടമ്പടി ചെയ്തു പോയില്ലേ. അതുകൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഗിബിയോന്യരെ, ഹല്ലേലൂയ, മനസ്സിലാക്കാൻ ഒരു പാടുമില്ല കേട്ടോ, ഈ ഗിബിയോന്യരെ ആലയത്തിൽ വിറക് കീറുന്നവരും വെള്ളം കോരുന്നവരുമാക്കി മാറ്റി. പക്ഷെങ്കിൽ തുടരെ ക്ഷാമമാണ്. 3 വർഷമായിട്ട് ക്ഷാമമാണ് ഇസ്രായേലില്. പ്രൈസ് ഗോഡ്. സാമ്പത്തികമായ ഒരു ഉയർച്ചയുമില്ല. അവിടെ പറയുന്നുണ്ട്, ദാവീദ് ദൈവത്തോട് അരുളപ്പാട് ചോദിക്കാൻ പോയി. ഹി വെന്റ് ടു ദ ലോർഡ് ടു ഫൈൻഡ് ദ റീസൺ. ജീവിതത്തിൽ ക്ഷാമം വരുമ്പോൾ, രോഗം വരുമ്പോൾ, ദണ്ണം വരുമ്പോൾ ദൈവത്തോട് ചോദിക്കുക. ദൈവം പറയും. ചെന്നപ്പോൾ ദൈവം പറഞ്ഞു, എന്തുകൊണ്ടാണെന്നറിയാമോ? ശൗല് ഗിബിയോന്യരെ ഉന്മൂലനാശം ചെയ്തു, അതുകൊണ്ടാ. ഇനി എന്താ പ്രതിശാന്തി? ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. എന്തോ പറഞ്ഞെന്നറിയാമോ? ശൗലിൻ്റെ കുലത്തിൽ നിന്ന് 7 മക്കളെ ഞങ്ങൾക്ക് തരണം. വെള്ളിപ്പനൊന്നും ഞങ്ങൾക്ക് വേണ്ട, 7 മക്കളെ ഞങ്ങൾക്ക് തരണം. അവരെ ഞങ്ങൾ ഗിബയിൽ കൊണ്ടുപോയി തൂക്കും. പ്രൈസ് ഗോഡ്. അതിനകത്ത് ഈ റിസ്പ എന്ന വാക്കിൻ്റെ അർത്ഥം ഗ്ലോയിങ് സ്റ്റോൺ എന്നാ. ഒത്തിരി കാര്യങ്ങളൊന്ന് പറയാനുണ്ട്, പക്ഷേ നിങ്ങൾ വായിക്കാൻ മനസ്സിലാക്കുക. ദൈവം സംസാരിക്കട്ടെ. ഈ 2 മക്കളുണ്ട്, അർമോനിയുമുണ്ട്, മെഫിബോശത്തുമുണ്ട്. കൂടാതെ ശൗലിൻ്റെ 5 മക്കള്. ഈ 5 മക്കളെ കൊണ്ടുപോയി ഗിബയിൽ തൂക്കി. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് രാത്രിക്ക് മുമ്പ് ഈ ശവം താഴെ ഇറക്കി കൊണ്ടുപോയി കുഴിച്ചിടേണ്ടതാ. പക്ഷെ ഇവൾ അതിന് സമ്മതിച്ചില്ല. ഇവൾ ഒരു പാറയിൽ ഹല്ലേലൂയ ഒരു ചാക്കുശീല വിരിച്ചു. എന്നിട്ട് ആ ചാക്കുശീലയിൽ കയറി നിന്നു. ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, പകല് ഈ വൾച്ചേഴ്സൊക്കെ, പരുന്ത്, രാത്രി വന്യമൃഗങ്ങൾ, കുറുക്കനൊക്കെ വരത്തില്ലേ, ഹല്ലേലൂയ, അതൊക്കെ വന്ന് ഈ ശവത്തെ തൊടാതിരിക്കാൻ അവൾ കാവൽ നിന്നു. ക്ഷാമം വന്നപ്പം, പ്രതിശാന്തി ചോദിച്ചപ്പം ഇവർ പറഞ്ഞത് 7 മക്കളെ തരണം. 7 മക്കളെ അവൾ കൊടുത്തു. പക്ഷെങ്കിൽ അവൾ ആ നിപ്പവിടെ നിന്നു. പ്രൈസ് ഗോഡ്. വളരെ ഡീപ്പ് സോറോ അല്ലേ, ഡീപ്പ് സഫറിങ്.
ഡീപ് ഫറ്റീഗ്, പ്യൂർ പ്രഷർ കാണും. ഒത്തിരി പേര് ആൾക്കാർ പറഞ്ഞാണ് നീ എന്തിനാ അങ്ങനെ നിൽക്കുന്നത്, പോ അവരെ കൊണ്ട് കുഴിച്ചിട്ട്. അവൾ നിന്നില്ല. അവളുടെ അമ്മ ഹൃദയം അനുസമ്മതിച്ചില്ല. ഹല്ലേലൂയ. ആ ശരീരം വീർക്കുന്നത് അവൾ കണ്ടു. ആ ശരീരം ഡിറ്റീരിയറേറ്റ് ചെയ്യുന്നത് അവൾ കണ്ടു. നിറം മാറുന്നത് അവൾ കണ്ടു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് വീഴുന്നത് അവൾ കണ്ടു. പക്ഷെ അവൾ മാറിയില്ല. അവൾ അവിടെ നിന്നു. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, വന്യമൃഗങ്ങളോ അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളോ ഈ പക്ഷികളൊക്കെ വന്ന് ഈ ശവത്തെ രാത്രിയിലും പകലും നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൾ സമ്മതിച്ചില്ല. അവൾ സമ്മതിക്കാതിരുന്നു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് എനിക്കപ്പോൾ തന്നൊരു വെളിപ്പാട്, എനിക്ക് തന്നൊരു വെളിപ്പാടാ. ഹല്ലേലൂയ. അവൾ അവയെല്ലാം ആട്ടി ഓടിച്ചു. ദൈവ പൈതലേ, ഞാൻ പറയട്ടെ, അവൾ എന്തുകൊണ്ടായിരിക്കും ആട്ടി ഓടിച്ചത്? ചിലപ്പോൾ ആ പാറയുടെ പുറത്ത് നിന്ന് നിങ്ങൾ എത്രത്തോളം ഇത് ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയത്തില്ല. ആ ചാക്കുശീല എടുത്തായിരിക്കും ഇതുങ്ങളെല്ലാം ആട്ടി ഓടിച്ചത്. ഇല്ലെങ്കിൽ അവിടെ കിടന്നൊരു കമ്പോ കോലോ എടുത്തായിരിക്കും ഇവയെ ആട്ടി ഓടിച്ചത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാഗ്ദത്ത വചനങ്ങളുണ്ടല്ലോ, ഹല്ലേലൂയ. Can you take the word and drive away the devil? Can you take the word and drive away the demons? Can you take the word and drive away the demonic attacks? Praise God. ഇതിനെ ഓടിച്ചുകൊണ്ടിരുന്നു. അവസാനം ദാവീദ് രാജാവിൻ്റെ ചെവിയിൽ ഈ വാർത്ത എത്തി. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ തലമുറ എങ്ങനത്തെ തലമുറയാ? ഹല്ലേലൂയ. ഫോളൻ ചൈൽഡ് ആണോ? അധപതിച്ചു പോയൊരു കുഞ്ഞാണോ? ഫെയിലിംഗ് ചൈൽഡ്, സ്വഭാവ വൈകല്യമുള്ളൊരു ചൈൽഡാണോ? റിബല്യസ് ചൈൽഡ്, എതിർക്കുന്ന നിഷേധിക്കുന്ന ഒരു കുഞ്ഞാണോ? പ്രൈസ് ഗോഡ്. ബാക്ക് സ്ലൈഡിംഗ് ചൈൽഡ്, ഹല്ലേലൂയ, പിന്മാറിപ്പോയ ഒരു കുഞ്ഞാണോ? സ്റ്റംബ്ലിംഗ് ചൈൽഡ്, ഇടറുന്ന ഒരു കുഞ്ഞാണോ? ഹല്ലേലൂയ. ഇടറുന്ന ഒരു ജനറേഷനാ, നിർജീവമായ ജനറേഷനാ നമുക്ക് ചുറ്റുമുള്ളത്. പ്രൈസ് ഗോഡ്. എന്നാൽ ദൈവത്തിൻ്റെ വചനമെടുത്ത്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഇവയെ ആട്ടി ഓടിച്ചപ്പോൾ എന്ത് പറ്റിയെന്നറിയാമോ? അവൾ എത്ര നാൾ നിന്നെന്നറിയാമോ? ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, മഴ പെയ്യുന്നത് വരെ. ദാവീദ് രാജാവ് ഈ വർത്താനം കേട്ടു. ദാവീദ് രാജാവ് ആളെ അയച്ച് ഈ ശവം ഒന്നും കാണത്തില്ല, അതേൽ എല്ലാം 6 മാസം നിന്നു. അതായത് കൊയ്ത്തുകാലം മുതൽ മഴ പെയ്യുന്നത് വരെ, ഏപ്രിൽ മെയ് തൊട്ട് ഒക്ടോബർ നവംബർ വരെ. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. 6 മാസം അവൾ ആ പാറമേൽ ഈ കുഞ്ഞുങ്ങളുടെ ശവശരീരം കാത്തുകൊണ്ട് നിന്നു. നിർജീവമായ ശരീരം. എന്നാൽ ഇന്ന് പാപത്താൽ നിർജീവമാക്കപ്പെട്ട പാപത്താൽ ചുറ്റപ്പെട്ട്, അഡിക്ഷനിൽ ചുറ്റപ്പെട്ട്, മൊബൈൽ അഡിക്റ്റ് ആയിട്ട്, ആത്മീയത്തിൽ പിന്മാറി നിൽക്കുന്ന ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, മാതാപിതാക്കളുടെ റോൾ എന്താണെന്നറിയാമോ? ദൈവസന്നിധിയിൽ നിൽക്കുക. ദാവീദ് രാജാവ് ഇത് കേട്ടു. സ്വർഗത്തിലെ രാജാവ് കേൾക്കുമെന്നേ, യേശു കർത്താവ് കേൾക്കുമെന്നേ. എന്ത് ചെയ്തെന്നറിയാമോ? ഈ ശവങ്ങളെല്ലാം ഇറക്കി. യോനാഥാൻ്റെ അസ്ഥി, അതൊക്കെ ഒത്തിരി പറയാനുണ്ട്, എങ്ങാണ്ട് കിടപ്പുണ്ട്. ഹല്ലേലൂയ. ശൗലിൻ്റെ അസ്ഥി എങ്ങാണ്ട് കിടപ്പുണ്ട്. ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് മാന്യമായ ഒരടക്കം ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. എന്നിട്ട് 15-ാമത്തെ വാക്യത്തിൽ 2 ശമൂവേൽ 21-ാം അധ്യായത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ദൈവം ദേശത്തിൻ്റെ പ്രാർത്ഥന കേട്ടരുളി. മനസ്സിലാക്കണമേ, പ്രാർത്ഥന കേട്ടരുളി എന്ന് പറഞ്ഞാൽ എന്താ? മഴ പെയ്തു. മഴ പെയ്തു എന്ന് പറഞ്ഞാൽ എന്തുവാ? കൃഷി തുടങ്ങുക, ധാന്യം വിളയുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്നലെ നമ്മൾ കേട്ടല്ലോ, ഉണർവിലേക്ക് നയിക്കപ്പെടണമെങ്കിൽ ഇതുപോലെയുള്ള കഷ്ടതയുടെ വഹിക്കാൻ മേലാത്ത, സഹിക്കാൻ മേലാത്ത അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ മനസ്സിലാക്കണമേ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, മുൻമഴ തക്ക സമയത്ത് അവൻ മുൻമഴ തരും, തക്ക സമയത്ത് അവൻ പിന്മഴ തരും. ചക്കുകൾ വീഞ്ഞുകൊണ്ട് നിറയും. പ്രൈസ് ഗോഡ്. ചക്കുകൾ എണ്ണ കൊണ്ട് നിറയും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. പ്രൈസ് ഗോഡ്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ, എൻ്റെ സമയം തീരുന്നു. പ്രൈസ് ഗോഡ്. ഈ പാറമേൽ ഒന്ന് നിൽക്കാൻ പറ്റുമോ? ക്രിസ്തുവാകുന്ന പാറമേൽ. പ്രൈസ് ഗോഡ്. കർത്താവേ, ഞാൻ എന്നെ സമർപ്പിക്കുക. എല്ലാവരും ഒന്ന് കണ്ണടച്ചേ, എല്ലാവരും ഒന്ന് കണ്ണടച്ചേ. ക്രിസ്തുവാകുന്ന പാറമേൽ നിന്നുകൊണ്ട്, പ്രൈസ് ഗോഡ്.